Question number 3. Let the triangle PQR be the image of the triangle with vertices oddate pair 1, 3, oddate pair 3, 1 and oddate pair 2, 4. അപ്പോൾ നോക്കിയേ മക്കളെ, പി ക്യു ആർ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ ആ തന്നിരിക്കുന്ന 3 പോയിന്റുകൾ വെർട്ടീസസ് ആയിട്ട് വരുന്ന ഒരു ട്രയാങ്കിളിന്റെ റിഫ്ലക്ഷൻ ആണ് അഥവാ ഇമേജ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു വിത്ത് റെസ്പെക്ട് ടു എ ലൈൻ. ആ സ്ട്രൈറ്റ് ലൈൻ എവിടെയുണ്ട്? എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 2. ഈ പി ക്യു ആറിന്റെ സെൻട്രോയിഡ് ആൽഫ കോമ ബീറ്റ ആണെങ്കിൽ 15 ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കിയടാ, ഇവിടെ ഒരു ട്രയാങ്കിളിന്റെ കാര്യം അവർ പറഞ്ഞിരിക്കുന്നു. ഈ ട്രയാങ്കിളിന്റെ വെർട്ടീസസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 1, 3 ഒരു വെർട്ടെക്സ് ആണ്, 3, 1 മറ്റൊരു വെർട്ടെക്സ് ആണ്, ആൻഡ് ദ തേർഡ് വെർട്ടെക്സ് ഈസ് 2, 4. ക്ലിയർ ആണല്ലോ? ഈ ട്രയാങ്കിളിന്റെ ഇമേജ് ഓർ റിഫ്ലക്ഷൻ അല്ലെ വിത്ത് റെസ്പെക്ട് ടു എ ലൈൻ. അപ്പൊ ദാ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്. ഈ സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്. എന്തായത്? എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ എക്സ് പ്ലസ് 2y മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ ഈ ലൈൻ വെച്ചിട്ട് നമുക്ക് ആ തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ റിഫ്ലക്ഷൻ എടുത്താൽ ആ റിഫ്ലക്ഷൻ ട്രയാങ്കിൾ ആണ് ഇവിടെ പി ക്യു ആർ. അപ്പൊ ആ റിഫ്ലക്ഷൻ ട്രയാങ്കിൾ ഏതാണ്ട് ഈ രൂപത്തിൽ വരും അല്ലെ? യെസ്. അപ്പൊ ഇതാണ് ശരിക്കും പി ക്യു ആർ എന്ന് പറയുന്നത്. ഈ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ, അപ്പൊ ഇത് പി ക്യു ആർ ആണെന്നിരിക്കട്ടെ, പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് അല്ലേ ശരിക്കും നമുക്ക് വേണ്ടത്? ഈ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ നമുക്കൊരു കാര്യം ചെയ്താൽ പോരെ. ആദ്യം ആ മുകളിലുള്ള ആ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സെൻട്രോയിഡിന്റെ റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പി ക്യു ആറിന്റെ സെൻട്രോയിഡ് ആയിട്ട് തന്നെ വരുമല്ലോ. ക്ലിയർ അല്ലേ മക്കളെ? അല്ലേ? യെസ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുന്നു. ആദ്യത്തെ ആ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ്, നമുക്കതിന്റെ 3 വെർട്ടീസസും തന്നിട്ടുണ്ട്. സെൻട്രോയിഡ് കണ്ടുപിടിക്കാം. എങ്ങനെയാ ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് നമ്മൾ എഴുതുക? 3 വെർട്ടീസസും കയ്യിലുണ്ടെങ്കിൽ x1 പ്ലസ് x2 പ്ലസ് x3/3, y1 പ്ലസ് y2 പ്ലസ് y3/3. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് കോർഡിനേറ്റുകളുടെ സം ഡിവൈഡഡ് ബൈ 3, 3 പ്ലസ് 2 പ്ലസ് 1/3, 6/3 അഥവാ 2 കിട്ടും. അതുപോലെ തന്നെ y കോർഡിനേറ്റുകളുടെ സം ഡിവൈഡഡ് ബൈ 3 എടുത്താൽ നമുക്ക് എത്രയാ? 8/3 കിട്ടും. ശരിയാണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിന്റെ റിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം വിത്ത് റെസ്പെക്ട് ടു ദ ഗിവൺ ലൈൻ. അത് തന്നെ ആയിരിക്കില്ലേ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ആയിട്ട് വരിക. അപ്പൊ നമുക്ക് ഇമേജ് കണ്ടുപിടിക്കാം. ഇമേജ് ഓഫ് 2,8/3 വിത്ത് റെസ്പെക്ട് ടു ഏത് ലൈനാണ്? എക്സ് പ്ലസ് 2y മൈനസ് 2 ഈക്വൽ ടു 0. ഈ ഇമേജ് കണ്ടുപിടിക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു റിസൾട്ട് നമുക്കറിയാം അല്ലെ? ആ റിസൾട്ട് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നു. എങ്ങനെയാ? ആൽഫ കോമ ബീറ്റ ആണല്ലോ ആ ഇമേജ്. അപ്പൊ നമ്മൾ ആൽഫ മൈനസ് 2 ഡിവൈഡഡ് ബൈ നമ്മുടെ സ്ട്രൈറ്റ് ലൈനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് y കോർഡിനേറ്റ് ആയ 8/3 ഡിവൈഡഡ് ബൈ സ്ട്രൈറ്റ് ലൈനിലെ ഇക്വേഷനിൽ നിന്നും y യുടെ കോഎഫിഷ്യന്റ് അതിവിടെ എത്രയാ? 2 വരും. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു, എന്നിട്ട് എന്ത് വേണം? പോയിന്റ് എടുത്ത് ലൈനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 പ്ലസ് 2 ഇൻറ്റു 8/3 മൈനസ് 2 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇമേജ് വിത്ത് റെസ്പെക്ട് ടു എ ലൈൻ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഡയറക്റ്റ് റിസൾട്ട് ആണ്, നിങ്ങൾക്കറിയാം. ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് ഒന്നാമത്തെ ഇതെനിക്ക് ആൽഫ മൈനസ് 2 ഇസ് ഈക്വൽ ടു ബീറ്റ മൈനസ് 8/3 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു ഇത് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മൈനസ് 32/15 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ആൽഫ മൈനസ് 2 നമുക്ക് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? മൈനസ് 32/15 ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് 2/15 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ ബീറ്റ മൈനസ് 8/3/2നെയും ഈ മൈനസ് 32/15 ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് 24/15 എന്ന് കിട്ടും. കണ്ടോ? പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 15 ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ അല്ലേ? അതായത് 15 ആൽഫ മൈനസ് 15 ബീറ്റ ഇതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ മക്കളെ കിട്ടുക? ആൽഫ എന്ന് പറയുന്നത് മൈനസ് 2/15. സോ 15 ആൽഫ എന്ന് പറഞ്ഞാൽ മൈനസ് 2 അല്ലേ? അതുപോലെ തന്നെ ബീറ്റ എന്ന് പറയുന്നത് മൈനസ് 24/15. സോ 15 ബീറ്റ എത്രയാ? മൈനസ് 24 ആണ്. അപ്പൊ മൈനസ് 2 മൈനസ് മൈനസ് 24 അത് എത്രയാ കിട്ടുക? മൈനസ് 2 പ്ലസ് 24 അതായത് മൈനസ് 22 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും അല്ലെ? സോറി, പ്ലസ് 22 ആൻസർ ആയിട്ട് കിട്ടും.
പ്ലസ് 22 ഓപ്ഷൻ 4 ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്.